പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാണ്, തിരുവാർപ്പിലാണ്. എൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ദണ്ഡപാണി ചേട്ടനെയാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ആളാണ്, നമ്മുടെ ഇവിടെ തിരുവാർപ്പിൽ തന്നെ ഉള്ള ആളാണ്. ഇന്ന് ചേട്ടൻ്റെ ഒരു ചെറിയൊരു കണ്ടുപിടുത്തം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ദണ്ഡപാണി ചേട്ടൻ ഇപ്പോൾ ഒരു 70 വയസ്സായിട്ടുണ്ട്. തിരുവാർപ്പ് സ്വദേശി തന്നെയാണ്. ഇപ്പൊ എന്നോട് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു കുടയുടെ ഒരു സാധാരണ ഒരു കുട വരുന്നതും ഇതിൽ ചേട്ടൻ്റെതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം ചേട്ടൻ എന്താണ് ഒരു കാണിക്കുന്നതെന്നുള്ളത് ചേട്ടൻ ഒന്ന് എല്ലാവർക്കും വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മളെ കുട, ഇന്നത്തെ കുട ആദ്യത്തെ കുട ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം മഴക്കാമല്ലാത്ത കുടകളായിരുന്നു. ഇപ്പൊ 3ഉം 4ഉം ആയിട്ട് മഴക്കാവുന്ന കുടകളാണ്. പക്ഷെ ഇതിന് ഞാനിത് നോക്കിയപ്പോൾ അത്യന്തികമായി 8 കമ്പികൾ മുകളിൽ ഒരു കമ്പി കൊണ്ട് ചെറിയൊരു കമ്പി കൊണ്ട് കെട്ടിയിരിക്കുന്നു. ചെറിയ കമ്പി കൊണ്ട് കെട്ടിയിരിക്കുന്നു. താഴെ ചെറിയ കമ്പി കൊണ്ട് ഈ 8 കമ്പി കെട്ടിയിരിക്കുന്നു. അപ്പൊ ഇതിൽ കേടായാൽ, ഒരു കമ്പി കേടായാൽ ഈ 8 16 കമ്പി അഴിക്കണം. മൊത്തം അഴിക്കണം. അപ്പൊ ഇതിനൊരു പരിഷ്കാരം ഇതുവരെ വന്നിട്ടില്ലല്ലോ. ആദ്യത്തെ കുട മുതൽ ഇന്നത്തെ കുട വരെ ഇതിന് പരിഷ്കാരം വന്നിട്ടില്ലല്ലോ എന്നൊരു തോന്നൽ വന്നപ്പം ഇതിനൊരു പരിഷ്കാരം വരുത്തണം എന്ന് കരുതി ഞാനിങ്ങനെ ഇതൊരു കണ്ടെത്തിയത്. ഒരു കമ്പിയായിട്ട് മാറ്റാനുള്ള മാർഗം ഈ 8 അഴിക്കാതെ 8 16 അഴിക്കണം സാധാരണ. ഇപ്പൊ അതല്ലാതെ ഒരു കമ്പിയായിട്ട് ചലിച്ചു മാറാം ഈ കണ്ടുപിടുത്തം കൊണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കമ്പിക്ക് ഒരു കേടുപാടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓരോ കമ്പിയായിട്ട് അഴിച്ചു വേണം, ഈ 8 കമ്പി അഴിച്ചിട്ട് വേണം നമുക്ക് മാറാൻ. അപ്പൊ ചേട്ടൻ അതിനൊരു പ്രത്യേക തരം ഒരു ക്ലിപ്പിംഗ് ചേട്ടൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് ഈ 8 കമ്പി ഒരുമിച്ച് അഴിക്കേണ്ട കാര്യമില്ല. ആ ഓരോ കമ്പി മാത്രം അഴിച്ച് അതിന്റെ കേടുപാട് ശരിയാക്കാൻ പറ്റും. അപ്പൊ അത് എന്താണെന്നുള്ളത് നമുക്ക് ചേട്ടൻ അത് നമുക്ക് കാണിച്ചു തരാം. അതായത് ഇതിപ്പം മുകളിലത്തെ കമ്പി, ഇത് മുകളിലത്തെ കമ്പി, ഇത് താഴത്തെ കമ്പി. ഇപ്പം ഇത് ഇങ്ങനെ ഓരോ ക്ലിപ്പ് കൊണ്ട് ഇത് ബന്ധിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ ക്ലിപ്പ് ഇതിങ്ങനെ ഇട്ടച്ച് ഈ കമ്പി ഇട്ടച്ച് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഈ ഒരു കമ്പി ഇവിടെ ഇങ്ങനെ മടക്കിയിരിക്കുക. ഇതുപോലെ തന്നെ ഇതും ഇങ്ങനെ ഇതിങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ മടക്കിയിരിക്കുക. അപ്പം ഈ 7 കമ്പി അഴിക്കാതെ കേടായ ഒരു കമ്പി തന്നെ ഈ 2 ക്ലിപ്പ് എടുത്താൽ മാറ്റാൻ സാധിക്കും. അത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. മറ്റേതില് ചുറ്റും വരുന്ന കമ്പി അല്ലാതെ ഇതിനകത്ത് ചേട്ടൻ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ക്ലിപ്പിങ്, ഇതുപോലെ ചെറിയ ക്ലിപ്പ് ആക്കിയിരിക്കുകയാണ്. ഈ ഓരോ കമ്പി ഇതുപോലത്തെ ക്ലിപ്പിലാണ് വരുന്നത്. അപ്പം ഇത് താഴെ മേളിലും ചെയ്തിട്ടുണ്ട്, മുകളിലും താഴെയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു കുടയുടെ സാധാരണ വരുന്ന ഒരു കമ്പി കേട്ടോ. ഇത് മേൽഭാഗം, ഇത് താഴത്തെ ഭാഗം. അപ്പം ഓരോ ഈ പറയുന്ന ഈ 8 കമ്പിയും ഇതുപോലത്തെ ചെറിയ ക്ലിപ്പിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലിപ്പ് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ കമ്പിയും വേർതിരിച്ചെടുക്കാം. ഓരോ ക്ലിപ്പേല് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ഓരോ ഇതായിട്ട് ഇത് വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു സംഭവം വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കെല്ലാം അറിയാൻ പറ്റും. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഒരു കുടയ്ക്ക് ഒരു എന്തെങ്കിലും കേടുപാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നന്നാക്കാൻ കൊടുക്കാൻ പോയാൽ ഇത് മൊത്തം അഴിക്കേണ്ടി വരും. അതുപോലെ തന്നെ അഴിക്കുന്ന സമയത്ത് അതിന്റെ ശീലയ്ക്ക് ചിലപ്പോൾ കേടുപാടുകൾ സംഭവിക്കാം, അല്ലെ? അങ്ങനെയുള്ള കേസുകെട്ടുകളൊക്കെ വരും. അപ്പം ഇത് പണി ചെയ്യുന്നവർക്കായാലും അതുപോലെ തന്നെ ഇതൊരു കുടക്കമ്പനിക്കാർക്ക് തന്നെ ഇത് വേണമെങ്കിൽ ഈ ഒരു സംഭവം അതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നല്ലേ? കമ്പനികാർക്ക് ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു പുതിയ ടെക്നോളജി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഇന്നോവേഷൻ ഫൗണ്ടേഷൻ അംഗീകാരം കിട്ടിയിട്ടുള്ളതാണ്. ലെറ്റർ കിട്ടിയിട്ടുള്ള അവർക്ക് അതിന്റെ പ്രോട്ടോടൈപ്പ് ഞാൻ അയച്ചു കൊടുത്തത്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഏതെങ്കിലും ഒക്കെ ഒരു നമുക്കിതൊരു മാക്സിമം നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഏതെങ്കിലും ഒക്കെ ഒരു കമ്പനിക്കാർക്ക് ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. അവർ കാരണം ഇത്രയും വർഷമായിട്ടും മറ്റേ കുടകൾ പലതും മാറി വന്നിട്ടുണ്ട്. പല പല ടെക്നോളജിയിൽ നാനോയും ഇങ്ങനെ പല പല കുടകൾ മാറി വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവം എല്ലാത്തിലും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഇതിലൊരു മാറ്റം ഒരു പക്ഷെ ഇതൊരു പുതുമയുള്ള ഒരു സംഭവമായിട്ട് തോന്നുന്നു കേട്ടോ. അപ്പം ഇതൊരു നല്ല സംഭവമാണ്. അപ്പൊ ഇതൊന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അത് മാത്രമല്ല ചേട്ടൻ ഇപ്പൊ വേറൊരു പുതിയൊരു സംഭവം കൂടി ചേട്ടൻ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ്. അതെന്നാന്നും കൂടി നമുക്ക്. അതെ, ഓട്ടോമാറ്റിക് ഇപ്പൊ ഞെക്കുമ്പോൾ തുറക്കുന്ന കുറെ അതിന് 3 സ്റ്റെപ്പ് കമ്പിയുണ്ട്. അപ്പം അതിന് പഴയ കുട പോലെ 2 സ്റ്റെപ്പ് കമ്പി മതി. 3ാമത്തെ സ്റ്റെപ്പ് ചെറിയ കമ്പി ആവശ്യമില്ലാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നത് ഞാൻ നിലവിൽ ഇങ്ങനെ പ്രോട്ടോടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതിപ്പോ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുക പ്രോട്ടോടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അത് കഴിയുമ്പോൾ അതും ഞങ്ങൾ ഇതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പരിചയപ്പെടുത്തും അല്ലെ, അതിന്റെ ഒരു അംഗീകാരം നമ്മൾ പരിചയപ്പെടുത്താം. അപ്പം താല്പര്യമുള്ളവര് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ദണ്ഡവാണിച്ചേട്ടന്റെ നമ്പർ ഞാൻ കൊടുക്കും. അപ്പൊ ദണ്ഡവാണിച്ചേട്ടനെ ബന്ധപ്പെടാം. ഏതെങ്കിലും കമ്പനിക്കാർക്കൊക്കെ ഇത് ചെയ്യുവാണെങ്കിൽ വളരെ വളരെ ഒരു പുതുമയുള്ള ഒരു സംഭവമാണ്. ഇതുവരെ ഞാൻ ഇത് വേറെ എങ്ങും കേട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ദണ്ഡവാണിച്ചേട്ടൻ ഇപ്പൊ 70 വയസ്സുണ്ട്, തിരുവാർപ്പ് സ്വദേശിയാണ്. അപ്പം പരമാവധി ഷെയർ ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.